വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എപ്പിസോഡ് നമ്പർ 6. തേർഡ് മന്ത് ഓഫ് പ്രഗ്നൻസി ആണ്. അതായത് ഫസ്റ്റ് ട്രിമസ്റ്ററിൻ്റെ ലാസ്റ്റ് മന്ത് 9 to 12 വീക്സ് ഉള്ള ആ ഒരു പീരീഡാണ്. ഹാർട്ട് ബേൺ, മൂഡ് സ്വിങ്, ടയർഡ്നെസ് എല്ലാ മുൻപേയുള്ള അതേ ലക്ഷണങ്ങൾ തന്നെ ഫസ്റ്റ് ട്രിമസ്റ്ററിൽ ഏകദേശം ഒരേ ലക്ഷണങ്ങൾ തന്നെയാണ്. അതെല്ലാം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് ഈ ഒരു മന്തിൽ നമ്മൾ കാണപ്പെടുന്നു. പിന്നെ പ്രത്യേകം എടുത്ത് പറയേണ്ട ചില വിഷയങ്ങളെന്ന് പറയുന്നത് ബ്രസ്റ്റിൻ്റെ സൈസ് കുറച്ചും കൂടെ വലിപ്പം കൂടും. അതുപോലെ തന്നെ ശരീരഭാരവും കുറച്ചും കൂടെ വർദ്ധിക്കും ഈ ഒരു ടൈം ആകുമ്പോൾ. പിന്നെ വെജൈനൽ ഡിസ്ചാർജസ്, അത് നേരത്തെയുള്ള എപ്പിസോഡുകളിൽ ഞാൻ ക്ലിയറായി പറഞ്ഞിട്ടുണ്ട്. പലതരം ഡിസ്ചാർജുകൾ വരുന്നതും അതിലേതൊക്കെയാണ് നോർമൽ, അബ്നോർമൽ, സ്പോട്ടിങ്, ബ്ലീഡിങ് ഒക്കെ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മുന്നേയുള്ള എപ്പിസോഡുകൾ കേൾക്കണം. ഇനി യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാൻ വേണ്ടി നല്ലപോലെ വെള്ളം കുടിക്കണം. കുട്ടിക്ക് ആവശ്യമായ പോഷകം എത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടും വെള്ളം വളരെ ആവശ്യമാണ് ഈ ഒരു ടൈമിങ്ങിൽ. പിന്നെ ഫീറ്റൽ ചേഞ്ചസ് എന്ന് പറയുന്നത് ഒഫീഷ്യലി ഫീറ്റസ് ആവുന്ന ഒരു പീരീഡാണിത്. മേജറായിട്ടുള്ള ഓർഗൻസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പീരീഡിനെ അങ്ങനെ ഒഫീഷ്യലി നമ്മൾ പറയുന്നത്. മൂവ്മെൻറ്റ്സ് ഒക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. കുഞ്ഞിന് നല്ല സൈസും വെക്കുന്നുണ്ട്. 40 mm സൈസിലേക്ക് കുഞ്ഞ് ഡെവലപ്പ് ആവുന്നുണ്ട്. അമ്മയ്ക്ക് ഒരിക്കലും ഈ ഒരു മൂവ്മെൻറ്റ് ഫീൽ ചെയ്യത്തില്ല. ഏകദേശം 5 മാസമൊന്നും ആകാതെ അമ്മയ്ക്കത് ഫീൽ ചെയ്യണമെന്നില്ല. പിന്നീട് സ്കാൻ ചെയ്യുമ്പോൾ ബോൺ ഫോർമേഷനൊക്കെ ഈ ഒരു ടൈമിങ്ങിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാകും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞിൻ്റെ സെക്സ് ഏകദേശം ഫോർമേഷൻ ആയിട്ടുള്ള ഒരു പീരീഡാണ് ഈ ഒരു തേർഡ് മന്ത് എന്ന് പറയുന്നത്. നമുക്ക് റെക്കഗ്നൈസ് ആകത്തില്ലെങ്കിൽ പോലും ഈ ഒരു 12th വീക്കിലായിരിക്കും, അതായത് ഫസ്റ്റ് ട്രിമസ്റ്ററിൻ്റെ ലാസ്റ്റ് വീക്കിലായിരിക്കും സെക്സ് രൂപപ്പെട്ട് ഡെവലപ്പായിരിക്കുന്നത്. പിന്നെ NT സ്കാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു ടൈമാണ്. കാരണം ക്രോമസോമൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ജനിതകപരമായ സിൻഡ്രോംസ് ഒക്കെ ഇല്ലേ അത്. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്